തായ്ലൻഡ് സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടാണത്. നമ്മൾ സെക്കൻഡ് ഡേ പോയിട്ടുണ്ടായിരുന്നത് പട്ടായ കോറൽ ഐലൻഡിലേക്കാണ്. ഞങ്ങളൊരു ചെറിയ ബോട്ടിൽ വാട്ടർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. കോറൽ ഐലൻഡ് എത്തുന്നതിന് തൊട്ട് മുന്നേയിട്ട് നമുക്കൊരു ബോട്ടിലാണ് വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ടാവുക. അണ്ടർ സീ വാക്ക് ഉണ്ട്, അതുപോലെ തന്നെ പാരഗ്ലൈഡിംഗ് ഉണ്ട്, ജെറ്റ് സ്കൈ ഉണ്ട്. നമുക്ക് കോറൽ ഐലൻഡ് പോയതിന് ശേഷം ഞങ്ങൾ ബോട്ടിലെത്തി ഡിസ്കസ് ചെയ്യുകയാണ് എന്താണ് ആക്ടിവിറ്റി ചെയ്യേണ്ടതെന്നുള്ള ഡിസ്കഷൻസിലാണ്. അത് കഴിഞ്ഞ് ഡിസ്കഷൻസിൻ്റെ ലാസ്റ്റ് രാവിലെയായിട്ട് പറഞ്ഞു ഞാൻ പാരാഗ്ലൈഡിങ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഓൾറെഡി പാരാഗ്ലൈഡിങ് ചെയ്തതാണ് ഗോവയിൽ പോയപ്പം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒന്നും കൂടെ ചെയ്യാമെന്ന് പറയുമ്പം ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ എവിടെ പോയാലും അവിടെ ഉള്ളത് നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റീസ് ഒന്നും നമ്മളെ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല. നമുക്ക് വേണ്ടവർക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ രാവിലെ ചെയ്തത് പാരാഗ്ലൈഡിങ് ആയിരുന്നു. തിരിച്ചവർ അതേ സെയിം സ്ഥലത്ത് തന്നെ ലാൻഡ് ചെയ്യിപ്പിക്കും. നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം നല്ല എക്സ്പീരിയൻസ് ആണ്. പക്ഷെ നമുക്ക് ചെറിയൊരു പേടിയും ഒക്കെ ഉണ്ടാവും. കാരണം എന്തൊക്കെ പറഞ്ഞാലും കടലിൻ്റെ മുകൾക്കൂടെയല്ലേ പോകുന്നത്. എങ്ങാനും അതെങ്ങനെ പൊട്ടി താഴെ വീണാലോ എന്നാണ് ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കുന്നത്. ദൈവമേ പൊട്ടല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആണ് പോകുന്നത്. കാരണം നമ്മളിങ്ങനെ കംപ്ലീറ്റ് വ്യൂ കാണും. അതിൻ്റെ മുകളിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കോറൽ ഐലൻഡൊക്കെ നമുക്ക് കാണാം. നമുക്ക് ഫുള്ളായിട്ടുള്ള വ്യൂ കാണാം. നല്ല ഹൈറ്റ്സിൽ പോകുന്നതുകൊണ്ട് തന്നെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂവും ആണ് നമുക്ക് കാണാൻ പറ്റുക. അത് കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ഹൈറ്റിലാണ് പോകുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു നമ്മളെ വലിയ ബോട്ടിന് ചുറ്റും അവരൊന്ന് നമ്മളെ റൗണ്ട് ചെയ്യിപ്പിക്കും. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കും. അവർ തന്നെ നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് തരും. പക്ഷേ അതിനൊരു 100 ബാത്ത് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്താൽ അവർ ആ ഫോട്ടോ നമുക്ക് തരും. നമ്മളെടുക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ നല്ല ഫോട്ടോ ആയിരിക്കും. ചേച്ചി ചെയ്യുന്നതാണത്. ചേച്ചിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ചേച്ചി ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു ഇതിലായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ ചേച്ചി ചെയ്തു. ഏട്ടനെ ഞങ്ങൾ നിർബന്ധിച്ചു. പക്ഷേ ഏട്ടന് പേടിയായിട്ടല്ല എന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഏട്ടന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഏട്ടൻ ചെയ്തില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ചേച്ചീൻ്റെ പാരാഗ്ലൈഡിങ് കൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ പോയിട്ടുണ്ടായിരുന്നത് അണ്ടർ സീ വാക്കിനാണ്. ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ തായ്ലൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞങ്ങൾ അത്രയും അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒന്നാണ് അണ്ടർ സീ വാക്ക്. നമ്മളെല്ലാവരെയും കൂടെ അവർ താഴേക്ക് ഇറക്കിയിട്ട് നമ്മളിങ്ങനെ കൈ കോർത്ത് പിടിപ്പിച്ചു. എന്നിട്ട് നമ്മൾ കുറേ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തു. ഏറ്റവും അടിയിൽ പോയിട്ട് അവർ പഴയ പൊറ്റും സാധനങ്ങളും അങ്ങനത്തെ ഒക്കെ നമ്മളെ കയ്യിൽ കൊണ്ടുവന്ന് നമുക്ക് ടച്ച് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ടെക്സ്ചർ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അങ്ങനത്തെ കുറേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അണ്ടർ സീ വാക്ക് എന്ന് പറയുന്നത്. ഓക്സിജൻ മാസ്ക് ധരിപ്പിച്ചിട്ടാണ് അവർ നമ്മളെ താഴേക്ക് ഇറക്കുക. ഓരോരുത്തരായി താഴേക്ക് ഇറക്കും. എന്നിട്ട് നമ്മളെ ലൈനായിട്ട് നമ്മളെ ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് ലൈനാക്കി കൈ കോർത്ത് പിടിപ്പിച്ച് അവർ നിർത്തും. അങ്ങനെയാണ് അവർ താഴെ കൊണ്ടുപോയതിന് ശേഷം ചെയ്യുക. താഴെ പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് ഓൾറെഡി തന്ന ഇൻസ്ട്രക്ഷൻസിൻ്റെ ബേസിലായിരിക്കും പിന്നീട് നമ്മളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മൾ തിരിച്ചും അവരടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതുകൂടാതെ ഇവർ നമുക്ക് ഫുഡ് ഐറ്റംസ് ഒക്കെ കൈ തരും. അത് നമുക്ക് മീനൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ തീരുന്നതിനനുസരിച്ച് നമ്മളെ കയ്യിലിങ്ങനെ തരും. അപ്പോൾ നമുക്ക് ഓരോ ഇതിന് കൊടുത്തിട്ട് ഇങ്ങനെ ഫീഡ് ചെയ്യിപ്പിക്കാം. അപ്പോൾ അവർ മീനെല്ലാം നമ്മളടുത്തേക്ക് വരും. നമുക്ക് കൈ കൊണ്ടൊക്കെ അവരെ ടച്ച് ചെയ്യാം മീനിനൊക്കെ. അപ്പോൾ അങ്ങനെ നല്ല ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് കോറൽ ഐലൻഡിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള സെയിം സ്പീഡ് ബോട്ടിൽ തന്നെ നമ്മൾ കോറൽ ഐലൻഡിലേക്ക് പോകുന്നത്. അങ്ങനെ ബോട്ടിൽ കയറി കുറച്ച് അധികം പോകാനുണ്ടായിരുന്നു. പോകുന്നതൊക്കെ നല്ല രസമായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമുക്കത് കുറേ വ്യൂസ് ഇങ്ങനെ കാണാം. നമ്മളെപ്പോലെ തന്നെ സ്പീഡ് ബോട്ടുകൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അങ്ങനെ അവിടെ എത്തി കുറച്ച് നേരം ഇതുപോലെ വെള്ളത്തിലൊക്കെ കളിച്ച് അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് തായ്ലൻഡിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ജെംസ് ഗാലറിയിലായിരുന്നു. പാക്കേജ് എടുത്ത് പോകുന്ന എല്ലാവരും ഈ ഒരു ജെംസ് ഗാലറി വിസിറ്റ് ചെയ്യാറുണ്ട്. ഇതിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഇതിനകത്ത് കൂടെ നമ്മൾ പോയി കഴിയുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഓൾമോസ്റ്റ് ഇതിൻ്റെ എല്ലാം വജ്രാഭരണങ്ങൾ, ഗോൾഡ്, ഡയമണ്ട്സ് ഇതിൻ്റെയൊക്കെ മാനുഫാക്ചറിങ്ങും പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതുപോലെ അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വ്യൂ ഇതിലൂടെ കടന്നു പോകുമ്പോഴേക്കും നമുക്ക് കിട്ടും എന്നുള്ളതാണ്. കാരണം സ്റ്റാർട്ടിങ് മുതൽ
ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്കിങ്ങനെ ക്യാപ്ഷൻസ് വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിതൊക്കെ ഇമേജസ് ആയിട്ട് നമുക്ക് കാണാനും പറ്റും. ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവരുടെ തന്നെ സ്റ്റോറുണ്ട്. അതിലേക്ക് കടന്നു കഴിഞ്ഞാലും നമുക്ക് ഈ വജ്രാഭരണങ്ങളും ഗോൾഡും ഡയമണ്ട്സൊക്കെ നമുക്ക് അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും. നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടവർക്ക്. അവരുടെ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസിങ് മാത്രമല്ല, നമുക്ക് അവരുടെ മാനുഫാക്ചറിങ്ങും കാര്യങ്ങളൊക്കെ ലൈവായിട്ട് നമുക്ക് കാണാനും പറ്റും. കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ക്ലിയർ ചെയ്ത് തരും. നല്ല ഭംഗിയുള്ള കുറേ ഓർണമെൻറ്റ്സും കാര്യങ്ങളും ജ്വല്ലറീസൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം, അല്ലാത്തവർക്ക് അത് കണ്ടിട്ട് എൻജോയ് ചെയ്യാവുന്നതാണ്. ഇതും തായ്ലൻഡിൽ വരുന്നവർക്കൊരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള പ്ലേസാണ്. നമുക്ക് കാര്യങ്ങളൊക്കെ കണ്ടു പോകാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോയിട്ടുണ്ടായിരുന്നത് ഒരു ബുദ്ധ ടെമ്പിളിലാണ്. അതും പട്ടായയിൽ തന്നെയുള്ള ഒരു ബുദ്ധ ടെമ്പിളിൽ. ഈവനിങ് ആയിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിൻ്റെ സ്പെഷ്യാലിറ്റി ആണോ എന്നറിയില്ല. ഞങ്ങൾ പോയ സമയത്ത് ഭയങ്കര റിലാക്സിങ് ആയിരുന്നു. അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളവിടെ കുറേ നേരം ഇരുന്നു, കുറേ ഫോട്ടോസൊക്കെ എടുത്ത്, പിന്നെ കുറേ നേരം അവിടെ അങ്ങനെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തു. അവിടുത്തെ കുറേ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. നമ്മളതെല്ലാം വായിച്ചു മനസ്സിലാക്കി. അങ്ങനെ അവിടുന്ന് കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ അവിടുന്ന് സൺസെറ്റൊക്കെ കണ്ടതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു പോയത്. തിരിച്ചു പോകുമ്പോൾ ഞങ്ങളെ വക ബസ്സിൽ കുറച്ച് എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത്രയും നേരം നമ്മളെല്ലാവരും നല്ല ബിസി ആയിരുന്നു. ഓരോരോ സ്പോട്ടുകളിലൊക്കെ പോയിട്ട് തിരിച്ച് കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് എൻ്റർടൈൻമെൻറ്റൊക്കെ ആക്കി കുറച്ച് ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു തിരിച്ച് നമ്മളെ റൂമിലേക്ക്. അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾ തിരിച്ച് റൂമിൽ പോയതിന് ശേഷം തായ് മസാജിന് പോയിട്ടുണ്ടായി. തായ്ലൻഡിൽ മസാജ് ഇല്ലാതെ എന്ത് തായ്ലൻഡ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് മസാജിൻ്റെ കാര്യത്തിലാണല്ലോ. അപ്പോൾ ഞങ്ങളും പോയി ഒരു മസാജൊക്കെ എടുത്തു. അന്ന് നൈറ്റ് 12 മണിക്ക് ശേഷമായിരുന്നു ഞങ്ങളെ ആനിവേഴ്സറി. അപ്പോൾ ഞങ്ങൾ ആനിവേഴ്സറീൻ്റെ കേക്കൊക്കെ കട്ട് ചെയ്തു. ഞങ്ങൾക്ക് സർപ്രൈസായിട്ട് ചേച്ചിയും ചേട്ടനെല്ലാം കൂടെ ഞങ്ങൾക്ക് സർപ്രൈസായിട്ടൊരു കേക്കൊക്കെ കൊണ്ടു തന്നു. അപ്പോൾ ഞങ്ങൾ സ്ട്രീറ്റിൽ നിന്ന് തന്നെയാണ് കട്ട് ചെയ്തത്, റോഡ് സൈഡിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ കട്ട് ചെയ്തു. അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. തിരിച്ച് ഞങ്ങൾ റൂമിൽ പോയി. താങ്ക് യു.